ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തവും പരമ്പരാഗതവുമായ ഒരു വിഭവമാണ്. യഥാർത്ഥ പോർച്ചുഗീസ് ശൈലിയിലുള്ള പോർക്ക് വിന്താലു. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന വിന്താലുവിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന് പോർക്ക്, കടുക്, വിനാഗിരി, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവയായ മുരിങ്ങാത്തൊലിയും ചേർത്താണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. മുരിങ്ങാത്തൊലി ചേർക്കുന്നത് വിന്താലുവിന് ഒരു പ്രത്യേക ഔഷധ ഗുണവും തനത് രുചിയും നൽകും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വിന്താലുവിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക മസാല പേസ്റ്റ് തയ്യാറാക്കണം. ഈ പേസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് കടുകും വിനാഗിരിയും. 1 ടേബിൾ സ്പൂൺ കടുക് വിനാഗിരിയിൽ 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷമാണ് മസാല തയ്യാറാക്കേണ്ടത്. 2 ചുള വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എന്നിവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഒരു ചെറിയ മുരിങ്ങാത്തൊലി, അതാണ് ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് അത് ഒഴിവാക്കാതെ മുരിങ്ങാത്തൊലി എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കുതിർത്ത് വെച്ച കടുകും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഈ കൂട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. വിനാഗിരിയുടെ പുളിയാണ് വിന്താലുവിൻ്റെ ജീവൻ. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പോർക്കിലേക്ക് ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ പോർക്കാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാനിനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. 2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ ഇറച്ചി കഷ്ണങ്ങളിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരികയുള്ളൂ. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു ചട്ടി എടുക്കണം. അതിലേക്ക് അത് ലോ ഫ്ലെയിമിൽ സ്റ്റവ് ഓൺ ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇറച്ചി കഷ്ണങ്ങൾ പാത്രത്തിലേക്ക് ഇട്ട് വെള്ളമോ ഓയിലോ ചേർക്കാതെ മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിത് തയ്യാറാക്കുന്നത് കുക്കറിലല്ല, അതുകൊണ്ട് തന്നെ ഇറച്ചിയിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള വെള്ളം ഇറങ്ങിയിട്ടാണ് ഇത് വേവുന്നത്. ഇറച്ചി നല്ലപോലെ വേവുന്നത് വരെ നമ്മൾ ഇതേപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. വ്യത്യസ്തമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഒരു പോർച്ചുഗീസ് പോർക്ക് വിന്താല് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.